ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് നോക്കാനുള്ള ടോപ്പിക്കാണ് ലൊക്കാലിറ്റി ഇൻ പ്രോഗ്രാംസ്. എന്താണ് ലൊക്കാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മീൻ ചെയ്യുന്നത് ഒരു പ്രോഗ്രാം സെയിം ഡാറ്റ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡാറ്റനോട് നിയർ ബൈ ഇൻസ്ട്രക്ഷൻസ് ആക്സസ് ചെയ്യാം റാദർ ദാൻ റാൻഡം മെമ്മറി ലൊക്കേഷൻസ്. അതായത് പല മെമ്മറി ലൊക്കേഷൻസിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതിന് പകരം ഒന്നെങ്കിൽ ഒരേ ലൊക്കേഷനിലെ ഡാറ്റനെ റീയൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനോട് നിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ എടുക്കുക. ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മാത്രമേ യൂസ് ചെയ്ത ഇൻസ്ട്രക്ഷൻസ് ഡാറ്റ മെമ്മറിയിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ലൊക്കാലിറ്റി എന്നുകൊണ്ട് റെഫർ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസും ഹയർ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ലൊക്കാലിറ്റി കീപ്പ് ചെയ്യുന്നവരാണ്. അതായത് ആഹ് അവര് വളരെ കുറച്ച് ടൈം മാത്രമേ എന്തിന് ചെയ്യുന്നുള്ളൂ, ആഹ് അല്ലെങ്കിൽ അവര് കൂടുതൽ ടൈം മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസും സ്മോളർ ഫ്രാക്ഷൻ ഓഫ് കോഡിനെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അവരുടെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനകത്ത് ഒരുപാട് ടൈം യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് പ്രോഗ്രാം കോഡ് ഫ്രാക്ഷൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. ദാറ്റ് മീൻസ് ഓൺലി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ഡാറ്റ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മെമ്മറിക്കകത്ത് നിന്നെടുത്ത് യൂസ് ചെയ്യുന്നത് എന്നർത്ഥം. സോ രണ്ട് രീതിയിലുള്ള ലൊക്കാലിറ്റിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ടെമ്പറൽ ലൊക്കാലിറ്റി ഉണ്ട്, സ്പേഷ്യൽ ലൊക്കാലിറ്റി ഉണ്ട്. ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ റീയൂസ് ചെയ്യാണ്. അതായത് ആഹ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനകത്ത് വീണ്ടും 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 ആ ഒരു മെമ്മറി ലൊക്കേഷൻ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഒരേ മെമ്മറി തന്നെ എന്ന് എഴുതിയിട്ട് ആ ഫുൾ പ്രോഗ്രാമിനകത്ത് ആ ഒരു മെമ്മറി ലൊക്കേഷനിലെ ഡാറ്റ മാത്രമേ എടുക്കാവൂ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനകത്ത് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരേ മെമ്മറി ലൊക്കേഷൻ തന്നെ വരുന്നൊരു കേസാണ് എന്തെന്ന് പറയുന്നത്, ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ബട്ട് വെൻ ഇറ്റ് കം ടു സ്പേഷ്യൽ ലൊക്കാലിറ്റി ആവുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനോട് ക്ലോസ് ആയിട്ടുള്ള നിയറസ്റ്റ് ലൊക്കേഷൻസ് യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. മെമ്മറി ലൊക്കേഷൻ ക്ലോസ് ടു ദ ലൊക്കേഷൻ ആക്സസർ ആർ ലൈക്ലി ഓൾസോ ടു ബി ആക്സസർ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷന് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിനകത്ത് ആക്സസ് ചെയ്യുന്നുണ്ട്. അതിനോട് ക്ലോസ് ആയിട്ട് കിടക്കുന്ന മെമ്മറി ലൊക്കേഷൻസും ആ ഒരു പീരീഡ് ഓഫ് ടൈമിനകത്ത് നമ്മൾ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു കൺവെൻഷണൽ മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം അതിന്റെ 90% ഓഫ് ടൈമും സ്പെൻഡ് ചെയ്യുന്നത് വെറും 10% കോഡിനെ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാംസ് മെനി ഇൻസ്ട്രക്ഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് പല ഇൻസ്ട്രക്ഷൻസും അത് എക്സിക്യൂട്ട് ചെയ്യാത്ത ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ലൈബ്രറി ഫയൽസ് ഒക്കെ നമ്മുടെ പ്രോഗ്രാംസിനകത്തേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒന്നോ രണ്ടോ ഫയലിനെ നമുക്ക് ആവശ്യമുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഹെഡേഴ്സിനെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാവുള്ളൂ, കോഡിനെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് ആ ഫയലിനകത്ത് വരുന്ന എക്സ്ട്രാ കുറേ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കോഡുകൾ ഉണ്ടാവും. അതിനൊന്നും ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. സോ ആ സമയങ്ങളിലൊക്കെ ആ അത്രയും കോഡ് പക്ഷെ നമ്മുടെ പ്രോഗ്രാമിനകത്തേക്ക് വരുന്നുണ്ട്. അതിനകത്ത് വെറും 10% ഓഫ് കോഡ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ കുറച്ച് കോഡ് മാത്രമാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. വളരെ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് കോഡ് മാത്രമാണ് ഇൻവോക്ക് ചെയ്യുന്നതും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതും ടിപ്പിക്കലി റൺ ചെയ്യുകയും ചെയ്യുന്നത്. എഗെയിനും അതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇല്ലീഗൽ ഇൻപുട്സ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് ആ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ കോഡൊന്നും ആ സിസ്റ്റത്തിനകത്ത് പ്രോഗ്രാമിനകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ ആ പ്രോഗ്രാമിനകത്ത് ആര് വരുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടുള്ള പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ആ പ്രോഗ്രാമിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി ടെമ്പറൽ ലൊക്കാലിറ്റി എന്താണെന്നുള്ള ഒന്നുകൂടെ റെഫർ ചെയ്തതാണ്. ടെമ്പറൽ ലൊക്കാലിറ്റി മീൻ ചെയ്യുന്നത് കറണ്ട് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് അത് ഫെച്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ മേ ബി നീഡഡ് സൂൺ, വീണ്ടും വരാം, അടുത്ത് തന്നെ വീണ്ടും വരാം എന്നുള്ളൊരു ഇതിനകത്ത് ഫ്യൂച്ചർ പ്രഡിക്ഷനകത്ത് എന്ത് ചെയ്യും, ആ ഇൻഫർമേഷൻസിനെ ക്യാഷേക്കകത്ത് സ്റ്റോർ ചെയ്യുകയും അതിനാവശ്യമായിട്ട് വരുന്ന സമയത്ത് മെയിൻ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതിന് പകരം ക്യാഷയിൽ നിന്നും സ്റ്റോർ എടുക്കുകയും ചെയ്യുന്നതിനെയാണ് ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്പേഷ്യൽ ലൊക്കാലിറ്റി.
ഒരു നമ്മുടെ സ്പെഷ്യൽ ലൊക്കാലിറ്റിയിൽ മീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ നമ്മളൊരു കറണ്ട് മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾക്ക് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കറണ്ട് മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലായിരിക്കും ഇവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതിനെ ഫെച്ച് ചെയ്യാം. അതായത് നമുക്ക് ഇനി ഈ ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷന്റെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന മെമ്മറി ലൊക്കേഷൻസ് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ട് എന്ന് കരുതിയിട്ട് അതിനെയും കൂടി എവിടേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കുക? ക്യാഷേക്കകത്തേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസെപ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. നിയറസ്റ്റ് ലൊക്കേഷൻസ് ആണ് സ്പെഷ്യൽ ലൊക്കാലിറ്റിനകത്തേക്ക് സ്റ്റോർ ആവുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റും ലൊക്കാലിറ്റിന്റെ കൺസെപ്റ്റും മെമ്മറി ഹൈറാർക്കിയും കൂടി വെച്ചിട്ട് ഒരു ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഒരു മെമ്മറി മാനേജ്മെന്റിന്റെ ഒരു ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ആഹ് ഈ മോസ്റ്റ് റീസെന്റ് യൂസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക? ക്യാഷേക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. സോ പാസ്റ്റ് ആണ് ഫ്യൂച്ചറിന്റെ ഗുഡ് പ്രിഡിക്റ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. മോസ്റ്റ് റീസെന്റ് യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ക്യാഷേക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒപ്റ്റിമൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് ഒരു പുതിയ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു അസംഷനകത്ത് ഈ ഒരു ഫിനോമിന വെച്ചിട്ടും അതിനെയും നമ്മൾ ക്യാഷേക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ഇതും ഒപ്റ്റിമൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പേഷ്യൽ ലൊക്കാലിറ്റിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഈസ് ടു ഹാവ് ദ കമ്പൈലർ place basic blocks അല്ലെങ്കിൽ sequence of instruction that are always executed in sequentially that are likely to follow each other contiguously on the same page or even the same cache line if possible. ഇതിനകത്ത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈലർ മെമ്മറി അലക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സീക്വൻഷ്യലി അലക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നിയറസ്റ്റ് ഇൻസ്ട്രക്ഷൻസിന് നിയറസ്റ്റ് മെമ്മറി എന്ത് ചെയ്ത് കൊടുക്കുക? അലക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയും നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും പെർഫോമൻസിനെ. ഇനി അതേപോലെ തന്നെ ഒരേ ലൂപ്പിനകത്ത് അല്ലെങ്കിൽ ഒരേ ഫംഗ്ഷൻസിനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കോണ്ടിഗ്യൂസ് ആയിട്ടുള്ള മെമ്മറിക്കകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഒരു മെത്തേഡ് ടെമ്പറൽ ലൊക്കാലിറ്റി ആയിക്കോട്ടെ സ്പേഷ്യൽ ലൊക്കാലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിന്റെ കമ്പ്യൂട്ടേഷന്റെ ആ ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ അതിന്റെ ഓർഡറിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ റിപ്പീറ്റഡ്ലി പ്രോഗ്രാമിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രോഗ്രാം റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ അറ്റ് പ്രോഗ്രാമർ എടുക്കുന്നുണ്ടെങ്കിൽ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് മാത്രമാണ് അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. എന്നിട്ട് വേറൊരു ഇൻസ്ട്രക്ഷൻ അതായത് അതിന്റെ ഒരു സ്മോൾ പോർഷൻ ഓഫ് ഡാറ്റ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വേറൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് പകരം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ ക്യാഷേയിലേക്ക് ഇടുകയും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുകയും അതിനുശേഷം മാത്രം മറ്റൊരു ഡാറ്റ ക്യാഷിലേക്ക് ഇടുകയും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. അതായത് ഒരു പെർട്ടിക്കുലർ ഡാറ്റ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എല്ലാ എക്സിക്യൂഷനും നടത്തി വെക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്റ്റിമൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക് പോലെയുള്ള സ്ലോ ലെവൽ ആയിട്ടുള്ള അതായത് ഹയർ കപ്പാസിറ്റി ഉള്ള സ്റ്റോറേജുകളിൽ നിന്നും ഫാസ്റ്റർ ലെവലിലേക്കും അല്ലെങ്കിൽ സ്മോളർ കപ്പാസിറ്റി ഉള്ള മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ആ ഒരു ഡാറ്റയുമായി ബന്ധപ്പെട്ട എല്ലാ നെസസറി കമ്പ്യൂട്ടേഷൻസും കംപ്ലീറ്റ് ആയതിനു ശേഷം അതിനെന്ത് ചെയ്യാം? ഫാസ്റ്റർ ലെവലിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഇനി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എവിടേക്ക് തന്നെ ഇടാം? സ്ലോ ലെവൽ ആയിട്ടുള്ള ഡിസ്ക് പോലെയുള്ള മെമ്മറിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മെമ്മറി മാനേജ്മെന്റിനെ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ദിസ് കൺസെപ്റ്റ് ക്യാൻ ബി അപ്ലൈഡ് റിക്കേഴ്സീവ്ലി ടു റീയൂസ് ഡാറ്റ ഇൻ ഫിസിക്കൽ മെമ്മറി ഇൻ ദ ക്യാഷെ ആൻഡ് ഇൻ ദ രജിസ്റ്റേഴ്സ്. നമുക്കിത് ക്യാഷയിലും രജിസ്റ്റേഴ്സിലൊക്കെ ഈ രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് ലൊക്കാലിറ്റി ഇൻ പ്രോഗ്രാംസിനകത്ത് പഠിക്കാനുള്ളത്.